കാസർഗോഡ് മണ്ടേക്കാപ്പ് സ്വദേശി ശ്രേയയുടെ തിരോധാനത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA MKM അഷ്റഫ് പറയുന്നു. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണം. 21 ദിവസം പിന്നിട്ടിട്ടും കുട്ടിയെക്കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ലെന്നും വിഷയം താൻ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും AKM അഷ്റഫ് 24നോട് പറഞ്ഞു. ശ്രേയ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി മിസ്സായി ഇന്നേക്ക് 25 ദിവസം കടന്നിരിക്കുകയാണ്. MLA എന്ന നിലയ്ക്ക് ഈ അന്വേഷണത്തിൽ ഞാൻ തൃപ്തരല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. DGPയെ നേരിട്ട് കണ്ട് എന്തായാലും ഇതൊരു ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് എത്രയും പെട്ടെന്ന് ആ കുട്ടിനെ നമുക്ക് ഈ പാരൻസിൻ്റെ കണ്ണീര് ഒപ്പി അവർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി MLA എന്ന നിലയ്ക്ക് തീർച്ചയായും നേതൃത്വം കൊടുക്കും. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം 12-ാം തീയതി പുലർച്ചെ 4:45 കൂടിയാണ് ഈ കാസർഗോഡ് മണ്ടേക്കാപ്പ് സ്വദേശി ശ്രേയയെ കാണാതാവുന്നത്. ശ്രേയയെ കാണാതായ അന്നേ ദിവസം തന്നെ സമീപവാസിയായ ഒരു 42-കാരനായ പ്രദീപിനെയും കാണാതായിരുന്നു. ഇരുവരുടെയും മൊബൈൽ ലൊക്കേഷൻ ആ പ്രദേശത്ത് തന്നെ, അതായത് ഈ കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു കാട് കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെയൊക്കെ പോലീസ് പരിശോധന നടത്തി. ഈ പ്രദീപൻ കുട്ടിയെ കൊണ്ട് പോകാനിടയുള്ള കർണാടകയിലെ മടിക്കേരി എന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തി. പക്ഷേ 23 ദിവസം പിന്നിട്ടിട്ടും ഈ കുട്ടി 15 വയസ്സുള്ള ശ്രേയ എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. ശ്രേയയുടെയും പ്രദീപിന്റെയും മൊബൈൽ ഫോണുകൾ പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇരുവരും പോകാനിടയുള്ള മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. അങ്ങനെ അടിമുടി ദുരൂഹത ഈ കേസിൽ ഉണ്ടാവുകയാണ്. ആരെയും ഇതുവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലും ലോക്കൽ പോലീസിന് സാധിച്ചിട്ടില്ല. അതാണ് ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA പറയുന്നത്. എന്തായാലും AKM അഷ്റഫ് MLA കുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു. അന്വേഷണം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ജനപ്രതിനിധിയും അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബവും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തും. DGPയെ നേരിട്ട് കാണും. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.